ഉണ്ട് കേട്ടോ. മഴ പെയ്യട്ടെ, നമ്മൾ കുറച്ചും കൊണ്ട് വെയിൽ കിട്ടും അല്ലേ? അപ്പോൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാം കേട്ടോ. ഞാൻ കുളിക്കാൻ വരുന്ന കുളമാണ്, വൃത്തി വേണമെന്ന് എന്റെ നിർബന്ധം. അപ്പൊ അതിനെ പറയും കഴിയേണ്ട ആവശ്യം എനിക്കില്ല. വളരെ ഭംഗിയായിട്ട് നമ്മളെ മെമ്പർ അറാബിയ. അപ്പൊ ഞാൻ അറാബിയ രണ്ട് സൈഡും പന്തലിട്ട് ഇത് കെട്ടി വളരെ ഉഷായിരിക്കും, വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ആ വൃത്തികേടാക്കാൻ കൊന്തൊക്കെ പോയി പറയാം, അതന്നെ വൃത്തികേടാക്കാൻ നമ്മൾ അനുഭവിക്കില്ല. ഇയാള് പറഞ്ഞതെന്നറിയാം, ഇയാൾ പഠിച്ച കിതാബില് വേറെ കുട്ടി വന്നു, ഒരു മൈലാര് 2 കുല്ലത്തിൽ കൂടുതൽ, അതായത് 2 ബക്കറ്റിൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അതിൽ തൂറുകയുമാകാം നാറ്റുകയുമാകാം, കാളയിൽ ഇറക്കി കുളിപ്പിച്ച് ആണ വിട്ട് അപ്പിയിട്ട് പോകാം. സംഭവം പറയാനുള്ള കാരണം വേറെ വെള്ളം കിട്ടാത്തതുണ്ട്. അങ്ങനെ സൗദി അറേബ്യയിൽ അങ്ങനെ ആയിരുന്നു. മണലാരണ്യത്തില് വെള്ളം ഉണ്ടാവില്ല. അപ്പൊ അറബിയാണല്ലോ കിട്ടാൻ. ഇവിടെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് ചന്തിയൊക്കെ തൂറാൻ അത് തൂറി ഇടുകയും ചെയ്യാം അല്ലെ? തൂറി ഇടാൻ പറ്റും. അങ്ങനെ ചെയ്യാന്ന് ആൾ പറഞ്ഞു. 2 കുല്ലത്തിൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ പള്ളിയിൽ മര്യാദ ചോദിച്ചു നോക്ക്. എന്നിട്ട് എന്റെ ചാവി ഊരി അയാൾ എസ്സര പണിയെടുത്തു. എൻ്റെ വണ്ടിയുടെ ചാവി ഊരിയതിന് ഇന്ന് കാടാമ്പുഴ പോലീസ് സ്റ്റേഷനിൽ പോകും. എന്തിനാണ് ഇയാളെ വണ്ടിയുടെ ചാവി ഊരിയെന്ന് ഇന്ന് കാടാമ്പുഴ പോലീസ്, ഞാൻ പരാതിയായിട്ട് പള്ളിയിലവൻ ചോദിച്ചു നോക്ക് എന്തിനാ അയാളെ വണ്ടി ചാവി ഊരിയത്. അയാൾക്ക് എന്ത് വട്ടുണ്ടോ? ഇയാൾ പോയി പറഞ്ഞു കൊടുക്കണ്ടേ? അയാൾ നടന്നോട്ടെ. അയാൾ ചോദിച്ചൊന്നും മിണ്ടണ്ടെന്ന് അയാളോട് പറയാം. അത് പറയും. എന്താണ്? എവിടെ സ്കൂളിൽ പഠിക്കുന്നത്? സ്കൂളിൽ എത്രല്ല പഠിക്കുന്നത്? അൽഹംദുലില്ലാ. മദ്രസയിലോ? 4 കഴിഞ്ഞാൽ 5-ലല്ലേ? ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കും. ഇപ്പോൾ നമ്മുടെ കുളം വൃത്തിയുണ്ടല്ലേ? വൃത്തികേടാവുന്നത് എങ്ങനെയാണ്? അപ്പം പറയാം, കാളെ കുപ്പിക്കുക, മൂരി കുപ്പിക്കുക, പോത്തിന് കുപ്പിക്കുക, പോത്തി ചാണം കൊടുക്കുക അല്ലേ? ശരിയല്ലേ?
ചെറിയ മകളാണ്. അത് വൃത്തികേടല്ലേ, അപ്പോൾ നമുക്ക് വൃത്തികേട് വരില്ല. അപ്പോൾ നിങ്ങളും ഇരിക്കണം യൂട്യൂബിൽ ഒരു ചെറിയ ഷോട്ട്. ഓക്കെ, ഗുഡ് ബൈ. അപ്പോഴേ ഈ വെള്ളത്തിൽ അത് ശരിയല്ല. അപ്പോൾ മത്സ്യമെന്താ പഠിക്കുന്നത്? 2 കുല്ലത്തിൽ 2 കപ്പ് വെള്ളത്തിൽ കൂടുതലുണ്ടെങ്കിൽ അത് തൂറിയും വെക്കാം, അങ്ങനെ അപ്പിയും ഇടാം, കളയിൽ ചാണകം ഇടാം, ഒക്കെ ഇടാമെന്ന് ആര് പറഞ്ഞു? ഈ പള്ളിയിലെ മുസ്ലിം പള്ളി ഈ കാണുന്ന പള്ളിയാണ്. അത് മുദ്രിസ് ഹത്തീബ് അയാൾ പുറത്ത് പോയി നിസ്കരിക്കുക, നമ്മളെ നിസ്കാരം ശരിയാകും. ഓക്കെ, അയാൾ പറഞ്ഞെന്താ? 2 ബക്കറ്റ് വെള്ളത്തിൽ കൂടുതലുണ്ടെങ്കിൽ അത് തൂറി വെക്കാമെന്ന് പറഞ്ഞു. നീ ചോദിക്കണം, അത് ചെല്ലുമ്പോൾ ചോദിക്കില്ലേ? നമ്മൾ നന്നാവണ്ടേ? നമ്മൾ നന്നായിട്ടേ നമ്മളെ കുടുംബം നന്നാവുള്ളൂ. നമ്മൾ നാട് നന്നാവണ്ടേ? വൃത്തി വേണ്ടേ? അള്ളാഹു പറഞ്ഞെന്താ? ഈമാനിന്റെ പകുതിയാണ് വൃത്തി, ശുദ്ധി, അല്ലേ? അള്ളാഹു ബർക്കത്തായ മഴ തന്നാലേ എന്നും സ്വിമ്മിംഗ് പൂളായില്ലേ ഇവിടെ? ആർക്കും സൈക്കിള് കയറുക, കൈക്കൂടെ വരുമ്പോൾ കാല് കയറുക, ചെരുപ്പ് കയറുക, നല്ല ചെരുപ്പുണ്ടോ? അപ്പോൾ നിങ്ങൾ നല്ല കുട്ടികളാവില്ലേ? ആകുമോ? മോനാവില്ലേ? മോൻ്റെ പേരെന്താ? മോൻ്റെ പേര് സൈക്കിള്. അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളാകാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും.